അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, പൂരിപ്പിക്കാം. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പൂരിപ്പിച്ചിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, 2ാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. അപ്പോൾ അവിടെ ഒരു റക്അത്ത് പൂർത്തിയായി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അപ്പോൾ അവിടെ സുന്നത്താണ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പോൾ അവിടെ നീങ്ങുക എന്നുള്ളതാണ് എഴുതാനുള്ളത്. നാലാമത്തേത്, കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അപ്പോൾ അവിടെ ഞെരിയാണി ഉൾപ്പെടെ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്, കഴുകുക എന്ന് അവിടെയുണ്ട്. അപ്പോൾ കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇനി അഞ്ചാമത്തേത്, നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ഇബാദത്താണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 2 വീതം എഴുതാം എന്നുള്ളതാണ്. അതിൽ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. നമുക്ക് ഏതെല്ലാം എഴുതാം? 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക, അതുപോലെ സക്കാത്ത് കൊടുക്കുക. ഇത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. പിന്നെ നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, അതുപോലെ ഒന്നാമത്തേതായിട്ടുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് ചൊല്ലുക. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഏതെങ്കിലും 2 മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്നവ എന്തൊക്കെയാണ്? ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്നവ ഉറങ്ങുക, അതുപോലെ ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്നവ. അപ്പോൾ ഏതെങ്കിലും 2 മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. നമുക്ക് ഏതെല്ലാം എഴുതാം? ഉറങ്ങുക, ഭ്രാന്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. അപ്പോൾ സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 മാത്രമാണ് അവിടെ എഴുതാനുള്ളത്. ഏതൊക്കെയാണ്? നെറ്റി, അതുപോലെ 2 മുൻകൈയിൻ്റെ പള്ളകൾ, അതുപോലെ 2 കാൽമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വെക്കേണ്ടത്? സുജൂദിൽ വെക്കേണ്ടത്. അപ്പം ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. നെറ്റി എഴുതാം, പിന്നെ 2 മുൻകൈയിൻ്റെ പള്ളകൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത്, അനക്കം അടങ്ങണം എവിടെയെല്ലാമാണ് അനക്കം അടങ്ങേണ്ടത്? റുക്കൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇവിടെയൊക്കെ എന്താ ആക്കണം? അനക്കം അടങ്ങേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. റുക്കൂഅ്, ഇഅ്തിദാല്. ഇനി 5ാമത്തെ ചോദ്യമാണ് 2 ഷഹാദത്ത് കലിമ. ഏതൊക്കെയാണ് 2 ഷഹാദത്ത് കലിമ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തത് അതാണ്. വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് രണ്ടാമത്തതുമാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് വിട്ടത് ചേർക്കാം. അപ്പോൾ അവിടെ 1 മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ബാക്കി 4 നമ്മൾ എഴുതി കൊടുക്കണം. നമ്മുടെ 5 വക്ത് നിസ്കാരങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ ഒന്നാമത്തത് അവിടെ എഴുതാനുള്ളത് ളുഹറാണ്, രണ്ടാമത്തേത് അസ്റാണ്, മൂന്നാമത്തത് അവിടെ മഗ്രിബ് കൊടുത്തിട്ടുണ്ട്, നാലാമത്തത് ഇശാ, 5ാമത്തത് സുബ്ഹ്. അപ്പം ആ ഒരു വിട്ട ഭാഗം പൂർത്തിയാക്കി ചേർത്ത് അങ്ങനെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് ളുഹർ, 2 അസ്ർ, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹി. ഇനി 4ാമത്തെ പ്രവർത്തനമാണ്. അവിടെ ഏതാണ് എഴുതാനുള്ളത്? അവിടെ റബ്ബി അഗ്ല എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മളവിടെ എഴുതാനുള്ളത് സുബഹാന റബ്ബിയൽ അഗ്ല വബിഹംദിഹി. അപ്പോൾ ആദ്യത്തേത് സുബഹാന എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ റബ്ബിയ അവിടെ ഉണ്ട്, അൽ അഗ്ല അവിടെ ഉണ്ട്. ഇനി എന്താണ് വബിഹംദിഹി, സുബഹാന റബ്ബിയൽ അഗ്ല വബിഹംദിഹി എന്നാണത് ചേർത്ത് എഴുതാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം നമ്പറിട്ട് ക്രമീകരിക്കാം. നമ്പറിട്ട് ക്രമീകരിക്കാം എന്നുള്ളതാണ് നാലാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. നമുക്കൊന്ന് നോക്കാം അവിടെ എങ്ങനെയാണ് വരിക. വറഹംനി വഹദിനി വഅഫിനി വഅഫിനി വർസുഖ്നി വഗ്ഫിർലി വഅഫിനി വർസുഖ്നി വർഫഅനി, അതുപോലെ വജ്ബുർനി റബ്ബി എന്നാണ് അവിടെ ഉള്ളത്. അപ്പം എങ്ങനെയാണ് വരിക? റബ്ബി അഗ്ഫിർലി, അപ്പോൾ റബ്ബി എന്നുള്ളിടത്ത് 1 കൊടുക്കുക, റബ്ബി അഗ്ഫിർലി എന്നുള്ളിടത്ത് 2 കൊടുക്കുക, റബ്ബി അഗ്ഫിർലി വർഹംനി എന്നുള്ളിടത്ത് 3 കൊടുക്കുക, അതുപോലെ വജ്ബുർനി എന്നുള്ളിടത്ത് 4 കൊടുക്കുക. അപ്പം റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി എന്നുള്ളിടത്ത് 5 കൊടുക്കുക, വർഫഅനി റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി എന്നുള്ളിടത്ത് അടുത്തത് കൊടുക്കുക, വർസുഖ്നി വഹ്ദിനി വഅഫിനി. അങ്ങനെ വരും. എങ്ങനെയാണ് വരിക? റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ഓർഡറിൽ എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് കൊടുക്കുക. റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഇനി അഞ്ചാമത്തത് ശരി നൽകാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി വബിഹംദിഹി. ഏതാണ് വരേണ്ടത്? വബിഹംദിഹി എന്നുള്ളതാണ്. അതിന് നേരെ അടയാളപ്പെടുത്തി കൊടുക്കുക, ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് തുമഅ്നീനത്ത്, അനക്കം അടങ്ങുക, ഫാത്തിഹ ഓതുക. ഏതാണ് ശരി? അനക്കം അടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ഖദ് ഖാമത്തി സ്വലാത്ത് മിനൻ നൗമി. ഏതാണ്? ഖദ് ഖാമത്തി സ്വലാത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് നിസ്കരിക്കുന്നവൻ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ്. അവ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ്, വലിയ ഇഷ്ടമാണ്. ഏതാണ് ശരി? വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തത് റമദാൻ മാസം നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക. റമദാൻ മാസം എന്താണ് ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? എന്താണ്? സമി അല്ലാഹു ലിമൻ ഹമീദ അല്ലേ. 2 ഫാത്തിഹയ്ക്ക് ശേഷം എന്തു പറയണം? ആമീൻ അല്ലേ. ഫാത്തിഹ വലല്ലാലീൻ ആമീൻ. 3 ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്കാണ്? സ്ത്രീകൾക്ക് അല്ലേ. ഇനി നാലാമത്തത് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഇല്ല, മുറിയുകയില്ല. അഞ്ചാമത്തത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. ഇനി ഏഴാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്. അങ്ങനെയാണ് പൂരിപ്പിച്ച് എഴുതുമ്പോൾ വരിക. ഒന്നുകൂടെ നോക്കാം. റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർള വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്. രണ്ടാമത്തത് ഉസല്ലി ഫർള ളുഹരി. ബാക്കി എന്താണ്? 4 റക്അഅത്തി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നാണ് വരിക. മൂന്നാമത്തതോ വജ്ജഹതു വജ്ഹിയ ലില്ലദി ബാക്കി എന്താണ്? ഹനീഫൻ മുസ്ലിമൻ. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതുക. വജ്ജഹതു വജ്ഹിയ ലില്ലദി വത്ര സമാവാത്തി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. അപ്പോൾ അവിടെ ആ രൂപത്തിൽ എഴുതി കൊടുക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.